അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ശഅബാനിൻ്റെ വളരെ മനോഹരമായ സുദിനങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നു. ഓരോ വളരെ മനോഹരമായ ദിനങ്ങൾ, രാത്രികൾ, പകലുകൾ, ആ ശഅബാനിൻ്റെ വളരെ മനോഹരമായ അനുഗ്രഹീതമായ സമയങ്ങൾ നമ്മിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല വേണ്ട രൂപത്തിൽ പരിശുദ്ധമായ ഈ ശഅബാനെ പരിഗണിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ശഅബാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കൽ മഹാനായ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നത് കാണാം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ശഅബാൻ മാസത്തെ വളരെയധികം ബഹുമാനിച്ചിരുന്നു, പരിഗണിച്ചിരുന്നു. മറ്റു മാസങ്ങളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. മാനവர்கள் അവിടുന്ന് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ഒരിക്കൽ, എന്താണ് നബിയെ മറ്റു മാസങ്ങളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഈ ഒരു മാസത്തെ ശ്രദ്ധിക്കാറുണ്ട്? അതുപോലെ തന്നെ മറ്റു മാസങ്ങൾ നോമ്പ് എടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ഈ മാസത്തിൽ നോമ്പ് എടുക്കാറുമുണ്ട്. ഈ ഒരു കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ജാഗ്രതയോടെ കൂടെ ശ്രദ്ധയോടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ജീവിതത്തിൽ അത് വളരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ മഹാനവറുകൾ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അതിൻ്റെ കാരണമെന്ന്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ എന്ന് പറഞ്ഞാൽ, ഈ റജബിൻ്റെയും ശഅബാൻ്റെയും ഇടയിൽ വരുന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. അപ്പോൾ ഈ 2 മാസങ്ങൾക്കിടയിൽ വന്ന് അതിൻ്റെ ഇടയിൽ വരുമ്പോൾ റമളാനിലേക്കുള്ള ആ കടത്തത്തെക്കുറിച്ചൊക്കെ ഒരുപാട് മനുഷ്യർ അശ്രദ്ധരാകും ഈ ശഅബാനിൽ. ഇപ്പം റമളാനിലേക്ക് വരുമ്പോൾ പല ആൾക്കാരും നമ്മളൊക്കെ പറയുന്ന നനച്ചുകുളിപ്പണി എന്നൊക്കെ പറഞ്ഞ് വീടും പരിസരവും ഒക്കെ നമ്മളൊക്കെ വൃത്തിയാക്കുക, അങ്ങനത്തെ കുറേ ശ്വാലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്വാലായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നഷ്ടമാകുന്നത് റമളാനിലേക്കുള്ള ഈ ഒരു ചിന്ത കാരണത്താൽ ചിലപ്പോൾ ശഅബാൻ്റെ മഹത്വത്തെ നമ്മൾ മറന്നുപോകും. അപ്പോൾ അതാണ് പറഞ്ഞത്, മറ്റുള്ളതിലേക്ക് ആ ഒരു റമളാനിലേക്കുള്ള കടത്തത്തെ കൊണ്ട്, അതുപോലെ തന്നെ റജബിൽ ഒരുപാട് നന്മകൾ ചെയ്ത് പിന്നെ ശഅബാൻ വരുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായതുകൊണ്ട് ഇതിൽ അശ്രദ്ധ വരാൻ ഈ ഒരു മാസം കാരണമാകും. അപ്പോൾ ഈ മാസത്തിൽ ഏറ്റവും കൂടുതലൊന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ശ്രദ്ധ ചെലുത്തുന്നത് അതുകൊണ്ടാണ് എന്ന് മഹാനവറുകളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും അവിടുന്ന് പറഞ്ഞു, ഈ ഒരു മാസം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ ഒരു വർഷത്തെ അമൽ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ നോമ്പുകാരനായി അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ അമലിനെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നവനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു മാസത്തിൽ ഞാൻ ഇവിടുന്ന് നോമ്പ് നോൽക്കുന്നത് എന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, അതിനെ ശ്രദ്ധിക്കുന്നത് എന്ന് മുത്തുനബി പഠിപ്പിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളും അതുപോലെ അള്ളാഹിൻ്റെ ഹബീബ് ശ്രദ്ധിച്ചത് കൊണ്ട്, മഹത്വവൽക്കരിച്ചത് കൊണ്ട്, ഏറ്റവും കൂടുതൽ അവിടുന്ന് ബഹുമാനിച്ചത് കൊണ്ട് ഇതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ഇതിനെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാനും നമ്മളും ബാധ്യസ്ഥരാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഅബാനു ശഹരി, ശഅബാൻ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മാസമാണ് എന്ന്. അല്ലേ, ഈ എൻ്റെ മാസം എന്ന് ഇത് പറയുന്നത് മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരിക്കലൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. കുറേ സ്വഹാബത്തൊക്കെ ഉണ്ട്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രദേശത്തെത്തിയപ്പോൾ മുത്തുനബി അങ്ങ് സുജൂദിൽ കിടക്കുന്നത് കണ്ടു. അബൂദറിൽ ഗിഫാരി തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, മുത്തുനബി ഒരുപാട് സമയം അവിടുന്ന് ആ സുജൂദിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ മഹാനവറുകൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ എന്താണ് ഇത്രയ്ക്ക് സമയം ഇങ്ങനെ സുദീർഘമായിട്ട് നിങ്ങൾ ഈ സുജൂദിൽ കിടക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇതല്ലേ ഞാൻ ഇവിടുന്ന് സുജൂദിൽ കിടക്കേണ്ട സമയം. അൽഹംദുലില്ലാഹ് കുറേ പറയേണ്ട റസൂലുള്ളാഹ് എന്ന് പറയും, ഇതല്ലേ ഞാൻ കിടക്കേണ്ട സമയം. കാരണം ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ പരിശുദ്ധമായ ഖുർആനിൽ ഞാനും എൻ്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ആ സ്വലാത്തിനെ അവിടുന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ആയത്ത് ഇറങ്ങിയത് ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് എന്ന്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താൻ. അപ്പം അതുകൊണ്ട് ഇത് പിന്നെ റസൂലുള്ളാഹിക്ക് സ്വലാത്തിനെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ഒരു മാസം കൂടെയാണ്, റസൂലുള്ളാഹിൻ്റെ മാസം കൂടെയാണ്, റസൂലുള്ള ബഹുമാനിച്ചതാണ്. അല്ലാഹു തആല റസൂലുള്ളാഹിൻ്റെ ആ പുണ്യമായ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് അറിയേണ്ട ആയത്തിനെ അവിടെ അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് സമ്മാനിച്ച, ഭൂമിയിലേക്ക് സമ്മാനിച്ച, നമുക്കൊരു ഉപദേശമായി ഓർമ്മപ്പെടുത്തലായി തന്നത് ഈ പരിശുദ്ധമായ മാസത്തിന്. അതുകൊണ്ട് ആണ് മഹന്മാർ പല അഭിപ്രായങ്ങളെ കാണും, അതുകൊണ്ടാണ് ഈ പുണ്യമായ മാസത്തെ മുത്തുനബിയിലേക്ക് ചേർത്തിയത് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ഒരുപാട് സ്വലാത്ത്, നമുക്ക് ഏത് സ്വലാത്താണ് നമുക്ക് ചൊല്ലാൻ കഴിയുന്നത്, ഈ സ്വലാത്ത് നമ്മൾ അധികരിപ്പിച്ചാൽ ഈ പുണ്യമായ മാസത്തെ നമ്മൾ ബഹുമാനിക്കലാണ്, റസൂലുള്ളാഹിനെ സ്നേഹിക്കലാണ്, റസൂലുള്ളാഹിയോടുള്ള ആ മഹബ്ബത്ത് നിലനിർത്തലാണ്. കാരണം ഇത് റസൂലുള്ളാഹിൻ്റെ മാസമല്ലേ, റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ കഴിയുന്ന എന്താ? സ്വലാത്ത് ചെല്ലലാണ്. ആ സ്വലാത്തിനെ നമ്മൾ അധികരിപ്പിക്കുകയാണ് ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ നിങ്ങൾ, നമുക്ക് ഏത് സ്വലാത്തൊക്കെ അറിയുന്നത്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ലേ അല്ലേ? തിബ്ബ് സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ, ഇങ്ങനത്തെ എന്തൊക്കെ സ്വലാത്തുകൾ നമുക്കറിയുമോ ആ സ്വലാത്ത് നമ്മൾ ധാരാളമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അധികം ചെയ്യുക, അവിടത്തോട് നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചൊല്ലുന്നത് കൊണ്ട് എന്താ നേട്ടം? നമുക്ക് തന്നെയല്ലേ. നോക്കൂ നിങ്ങൾ, 50,000 വർഷം ദൈർഘ്യമുള്ള പ്രദേശങ്ങളാണല്ലോ അള്ളാഹിൻ്റെ മഅ്ശറ എന്ന് പറഞ്ഞാൽ അല്ലേ? അവിടെ നോക്കൂ, പ്രവാചകന്മാർ പോലും ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സ്ഥലമാണ്. എന്തായാലും ഇപ്പം നമ്മുടെ അവസ്ഥ, അവർ വരെ പേടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ആ പ്രവാചകന്മാർ വരെ പേടിക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മഅ്ശറയിൽ ഒരു മനുഷ്യന് ആരാണ് അവിടെ സഹായിക്കാനുള്ളത്? മുത്തുനബി അല്ലേ? വേറെ ആരെങ്കിലും അവിടെ നമുക്ക് സഹായിക്കാനുണ്ടോ? അവിടെ നമുക്ക് വേണ്ടിയിട്ട് കരയുന്നത്, നമുക്ക് വേണ്ടിയിട്ട് നന്മ ചോദിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ട് എല്ലാം അർപ്പിച്ച് നിൽക്കുന്നത് ആരാ? ഓരോ പ്രവാചകന്മാരെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് നഫ്സി, എൻ്റെ കാര്യം, എൻ്റെ ശരീരം, എൻ്റെത് എന്ന് പറഞ്ഞ് അവരൊക്കെ ഒഴിവാവും. പിന്നെ നമുക്ക് ആരുള്ളത്? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ലത്. ആ മുത്തുനബിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വലാത്ത് ചെല്ലേണ്ടത്. അവിടുന്ന് വഫാത്തിൻ്റെ സമയത്ത് എൻ്റെ ഉമ്മത്തി എന്നാണ് പറഞ്ഞത്. മനസ്സിലാക്കണം, എൻ്റെ ഉമ്മത്തി എന്ന് പറഞ്ഞിട്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞത് അല്ലേ? എൻ്റെ ഉമ്മത്തിൻ്റെ മരണവേദന പോലും റസൂലുള്ള ഏറ്റെടുത്തില്ലേ? അതാണ് റസൂലുള്ള അല്ലേ? പിന്നെയോ മഅ്ശറയിൽ അവിടെ വെച്ചിട്ടും എല്ലാവരും സ്വന്തം കാര്യം നോക്കി നടക്കുമ്പോൾ റസൂലുള്ള എൻ്റെ ഉമ്മത്ത്. അതാണ് റസൂലുള്ളാഹിൻ്റെ അവിടുത്തെ സ്നേഹം അല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, നാളെ പരലോകത്ത് കുറേ ആൾക്കാർ ഒരുമിച്ച് കൂട്ടപ്പെടും. അതിൽ ഒരു മനുഷ്യനെ അവിടുന്ന് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും മലക്കുകൾ. മുത്തുനബി അവിടുന്ന് പറയാണ്, ആ സമയത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കൊണ്ടുപോകുന്ന ഈ സംഭവം, ഈ മനുഷ്യനെ കൊണ്ടുപോകുന്ന കാണും. ആദം നബി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറയും, നബിയെ, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ മലക്കുകൾ വലിച്ചിട്ട് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയാൻ പോകുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം വരും. എന്നിട്ടോ മലക്കുകളോട് പറയും, നിങ്ങളൊന്ന് നിൽക്ക്, ആ മനുഷ്യനെ കൊണ്ടുപോകാൻ വരട്ടെ. അവിടുന്ന് പറയും, അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയത് എന്താ? അള്ളാഹ് എന്ത് കൽപ്പിച്ചോ അത് ചെയ്യണമെന്നാണല്ലോ മലക്കുകളുടെ ഒരു ഡ്യൂട്ടി. അത് ഞങ്ങൾ ചെയ്യുകയാണെന്ന് പറഞ്ഞ് മലക്കുകൾ ഇങ്ങനെ അവിടുന്ന് തർക്കിക്കും. അപ്പോൾ ആ ശരീരം അള്ളാഹിന്റെ വാക്ക് കേൾക്കും. അള്ളാഹിന്റെ ഹബീബ് മുത്തുനബി അല്ലേ പറയുന്നത്, അവിടെ നിൽക്ക്, ആ വാക്കിന് അവിടെ ഉത്തരം നൽകൂ. എന്നിട്ട് മുത്തുനബി പറയാണ്, ഈ മനുഷ്യന്റെ നന്മ തിന്മകൾ ഒന്നും കൂടെ തൂക്കണം. എന്നിട്ട് അവിടുന്ന് മീസാനിലേക്ക് കൊണ്ടുപോകാൻ, അവിടെ വെച്ചിട്ട് നന്മ തിന്മകൾ തൂക്കുകയാണ്. ആ ത്രാസിൽ നോക്കുമ്പോൾ എന്താ? തിന്മ ഒരുപാട് കൂടുതലാണ്, നന്മ നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ. മലക്കൾ പറയാണ്, ഞങ്ങൾക്ക് ഇനി സാധിക്കില്ല. കാരണം എന്താ? ഇയാളെ നന്മയും തിന്മയും നോക്കുമ്പോൾ തിന്മയാണ് കൂടുതൽ. മനസ്സിലാക്കണം, തിന്മയാണ് കൂടുതൽ എന്ന് അവിടുന്ന് മലക്കുകൾ പറയാണ്. റസൂൽ പറയും, പറ്റൂല അല്ലേ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വാക്ക് തർക്കത്തിൽ റസൂൽ എന്ത് ചെയ്തു? തൻ്റെ കയ്യിൽ നിന്നൊരു കടലാസിട്ട് ആ നന്മയുടെ ത്രാസിലേക്ക് ഇട്ടു. ഇത് ഇടേണ്ട താമസം ആ നന്മയുടെ ത്രാസ് അങ്ങ് അടിയിലേക്ക് തൂങ്ങി ഭാരം കൊണ്ട് പോവാണ്. ഈ തിന്മയുടെ ത്രാസ് അങ്ങ് പൊന്തി ഒന്നുമില്ലാതായി പോവാൻ, നന്മയുടെ അങ്ങോട്ട് ഭാരം കൂടാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ നിന്ന് ഈ മനുഷ്യന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, എന്താണ് നിങ്ങൾ അതിലേക്ക് ഇട്ടത്? ഇതിട്ട് നന്മ കൂടിയപ്പോൾ ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണം, എന്താ നബിയെ നിങ്ങൾ അതിലേക്ക് ഇട്ടത്? മുത്തുനബി പറയാണ്, നീ എൻ്റെ പേരിൽ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയ സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു, ഞാൻ അതാണ് അതിലേക്ക് നിക്ഷേപിച്ചത്, ഇട്ടത് എന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നാളെ റബ്ബിൻ്റെ മുമ്പിൽ പോലും നമുക്ക് ത്രാസിൽ ഭാരം തൂങ്ങുന്ന, അവിടുന്ന് കനം തൂങ്ങുന്ന, ഭാരമേർക്കുന്ന ഒരു സ്വലാത്താണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ അധികരിപ്പിക്കേണ്ടത്. നമുക്ക് ഏത് സ്വലാത്താണ് അറിയുന്നത്, ആ സ്വലാത്ത് നമ്മൾ ചൊല്ലുക.
ദുനിയാവും ആഖിറവും നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. ഇതാണ് സ്വലാത്തിൻ്റെ പവർ. അള്ളാഹു തആല നമുക്ക് നമ്മുടെ നന്മ അള്ളാഹു വർദ്ധിപ്പിച്ച് തരട്ടെ. നാളെ റബ്ബിൻ്റെ മുമ്പിൽ നന്മയുള്ളവരായി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ ശഅബാനിൻ്റെ ദിനരാത്രങ്ങൾ, ഇന്നത്തെ ഓരോ ദിനരാത്രങ്ങൾ സ്വലാത്ത് കൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ഓരോ സമയങ്ങളും മാറ്റാൻ നമുക്ക് കഴിയണം. സ്വലാത്തിനൊരു മഹത്വമുണ്ട്. ഒരാൾ കളിയാക്കിയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കളിയാക്കിയിട്ട് ഒരുത്തൻ പറഞ്ഞത് ഒരാത്മാർത്ഥതയില്ല, എന്നാലും അള്ളാഹു തആല അവർക്ക് കൂലി കൊടുക്കുന്നുണ്ടെന്നാണ്. കാരണം എന്താ? റസൂലുള്ളാഹിക്ക് അള്ളാഹു തആല കൊടുത്ത പവിത്രത കൊണ്ടാണ്. റസൂലുള്ളാഹിയും അള്ളയും തമ്മിൽ അമേയമായ ബന്ധമാണത്. മനസ്സിലാക്കണം നമ്മൾ. അള്ളാഹു തആല റസൂലുള്ളാഹിന്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലി അള്ളാഹിൻ്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പതിവാക്കുക. അള്ളാഹു തആല നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ, സങ്കടങ്ങൾ അള്ളാഹു തആല തീർത്തരട്ടെ. നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ സ്ഥാനമാനങ്ങൾ, റസൂലുള്ളാഹിൻ്റെ ശഫാഅത്ത്, റസൂലുള്ളാഹിൻ്റെ കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.